ഹലോ, ഇന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുകയാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് ഈ പ്ലാനിങ് നടക്കുന്നതല്ല. അത് ഓരോ തിരക്കുകൾ കാരണം നമ്മളിങ്ങനെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകും തോറും ഒന്നും നടക്കത്തില്ല. അപ്പം ഞാനായിട്ട് പറഞ്ഞു, ഇനി എന്തൊക്കെ തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്ന് കൂടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തി കേട്ടോ. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇന്ന് എല്ലാവരും കൂടെ ഒന്ന് കൂടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ വന്ന് ഇച്ചിരി ലേറ്റായി പോയില്ല, കരിമ്പും കാട്ടി ആന കയറി കണക്ക് രാവിലെ വന്നപ്പോൾ നല്ല അടിപൊളി ഇടിയപ്പവും ചിക്കൻ കറി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. ഇതൊക്കെ വെറും പ്രഹസനമാണ്, മൈൻഡ് ചെയ്യേണ്ടത്. പണ്ടത്തെ കാലത്ത് നമ്മൾ അമ്മിക്കല്ലിൽ അരച്ച തേങ്ങ അരച്ച മീൻ കറി കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കുറേ പേര് അങ്ങനെ ചെയ്യുകയാണ്. അപ്പം ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല. ഞാൻ താണ്ട് ഇവിടെ ഇരുന്ന് ഐസൊക്കെ തിന്നുവാണ്. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഐസ് സിപ്പപ്പൊക്കെ തിന്ന് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ കുറേ പേര് അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും പഴയ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കലും ഇതൊക്കെ തന്നെയായിരുന്നു ഇവിടെ പണി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആവും. വല്ലപ്പോഴുമൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും ഒക്കെ അതിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും വല്ലപ്പോഴും നമുക്ക് ഏറ്റവും അടുത്തവരൊക്കെ ആയിട്ടൊന്ന് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പം കിട്ടുന്ന സന്തോഷം എനിക്ക് തോന്നുന്നു ഏത് ട്രിപ്പ് പോയാലും കിട്ടത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കുടുംബവുമായിട്ടിരിക്കുമ്പോഴാണ്. അപ്പം എന്താ പറയുന്നത്, ഊണിന് നമ്മൾ പ്ലേറ്റൊക്കെ മാറ്റി വാഴയിലയിലാക്കാമെന്ന് പറഞ്ഞ് വാഴ വെട്ടാൻ പോകുന്ന കുറേ വാഴകളെയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് തിരിച്ച് വന്നതാണ്ട് ഇത്രയും സാധനങ്ങൾ നമ്മളിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കിയതാട്ടോ. ഇതൊന്നും അല്ല, ഇതിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ചോറ് മാത്രമേ കഴിച്ചുള്ളൂ. കാര്യം എല്ലാം കണ്ടപ്പോൾ വയറ് തന്നെ നിറഞ്ഞ്. ചിക്കൻ കറി തന്നെ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാമായിട്ട് തിന്ന് തീർക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു സ്പോട്ടുണ്ട് കേട്ടോ. നല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നല്ല സ്ഥലമാണ്. അപ്പോൾ ഇവർ മുമ്പ് പോയവരൊക്കെ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്കൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. നല്ല ആംബിയൻസ് ആണ്. എനിക്ക് ഒരുപാട് ഔട്ട്ഡോറൊക്കെ ഇവിടെ കല്യാണത്തിൻ്റെ പ്രീ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എനിവേ നല്ല ഒരു സ്പോട്ടാണ്, എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണം. കയാക്കിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വള്ളത്തിൽ പോകേണ്ടവർക്ക് വള്ളത്തിൽ പോവാം. നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ടു. ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ആണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു ഓപ്ഷനുണ്ട്, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരുന്നു. ഇനിയും ഇതുപോലെ ഒരു ഒത്തുചേരലുകളൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്.